ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ബോണ്ടായാണ്. ഇത് നമുക്ക് ചട്നി കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ്. ഇത് മധുരമുള്ളതല്ല, എരിവ് ചേർത്തതാണ്. ഇതുണ്ടോ, ചട്നി കൂട്ടി കഴിക്കാൻ നല്ല രുചിയുള്ളൊരു രാവിലെ നമുക്ക് ചട്നി കൂട്ടി കഴിക്കാൻ പറ്റും. ഇതിൻ്റെ അകം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിരിക്കും. നമ്മുടെ രാവിലത്തെ മാവിൻ്റെ അപ്പത്തിൻ്റെയൊക്കെ മാവ് മിച്ചം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതിനായിട്ട് ഒരു 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പകരം ഗോതമ്പ് പൊടി ആയാലും മതി. ഇനി കുറച്ച് മതിയെങ്കിൽ 1 കപ്പ് മൈദ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അപ്പത്തിൻ്റെ മാവ്, ഇത് അധികം പുളിച്ചതായിരിക്കരുത് കേട്ടോ, അത് പ്രത്യേകം ഓർത്തോണം. അധികം പുളി ഇല്ലാത്തതായിരിക്കണം. മിച്ചം വന്നാൽ നമുക്ക് മാവ് ഫ്രിഡ്ജിലേക്ക് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അത് നമുക്ക് ആദ്യം 1 കപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ 1 കപ്പ് മാവ് കൂടി എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ നമുക്കിനി ചേർക്കാം, വെള്ളം കൂടി പോകരുത്. ഞാൻ 1 കപ്പും കൂടി മുഴുവൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 2 കപ്പ് മാവും 2 കപ്പ് മൈദ മാവുമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. അപ്പത്തിൻ്റെ മാവിന് ഉപ്പ് ചേർത്തായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചപ്പാത്തിയുടെ മാവ് പോലെ ഇരുന്നാൽ പറ്റും, അതിലും കുറച്ചുകൂടെ ലൂസായിരിക്കണം. ഇത് എന്നാൽ ഒരുപാട് വെള്ളമാവുകയും ചെയ്യരുത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളമോടെ ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. നല്ലപോലെ കുഴച്ച് മയപ്പെടുത്തണം. ഇത് അന്നേരം നല്ല സോഫ്റ്റായിട്ട് അകം കിട്ടും. കുറച്ച് വെള്ളം കൂടെ വേണം. കണ്ട് ഇതിപ്പോൾ ഒരു ചപ്പാത്തിയുടെ പാകമായുള്ള കണ്ടോ, ഇതേ കൺസിസ്റ്റൻസി ആയിരിക്കണം മാവിന്. നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുത്താണേ. ഇതുപോലെ ഇരിക്കണം. നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 1 മണിക്കൂർ കഴിഞ്ഞുണ്ടാക്കാം. ഇനി ഇതിന് ചേർക്കാനായിട്ട് മീഡിയം സൈസിലുള്ള 2 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് മാവിലേക്ക് ചേർക്കാം. സവോളയ്ക്ക് പകരം ഉള്ളി ആയാലും മതി, ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് ഇളക്കുമ്പോൾ. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോളയും ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് മാത്രം ചേർത്താൽ മതി. കാരണം ആദ്യമേ ചേർത്ത് കുഴച്ച് വെക്കണ്ട. കാരണം എന്ന് വെച്ചാൽ സവോളയിൽ വെള്ളവും കൂടെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഏത് കുക്കിംഗ് ഓയിലായാലും മതി. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമായിരിക്കും രുചി. എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് അതിലേക്ക് കുറേശ്ശെ ഇട്ടെടുക്കാം. തിളച്ചിരിക്കുമ്പം വേണം നമ്മളിത് ഇടാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ പുറം കരിഞ്ഞും പോകും, അകം വേകുകയില്ല. നമുക്കൊന്ന് മറിച്ചിടാം. വളരെ കുറച്ച് വെച്ചാൽ മതി, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം.
ഒന്നുകൂടെ നമ്മൾ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മുടെ ബോണ്ട മൂത്തിട്ടുണ്ട്, നമുക്കെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മാവും നമുക്ക് ബോണ്ടയാക്കി എടുക്കാം. അടുത്ത സെറ്റും റെഡിയായി. അങ്ങനെ നമ്മുടെ ബോണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് പുറം നല്ല ക്രിസ്പിയാണ്, അതേസമയം അകം നല്ല സോഫ്റ്റുമാണ്. ഇനി നമുക്കൊരു ചട്നി ഉണ്ടാക്കണം ഇതിന് കൂട്ടാനായിട്ട്. അതിന് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി, കുറച്ച് ഉപ്പ്, കുറച്ച് കാന്താരി മുളക്. നമുക്കിതൊന്ന് മിക്സിയിലേക്കിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതാ ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു സൈഡിലേക്കൊരു തിള വന്നാൽ മതി, മൊത്തം തിളയ്ക്കണ്ട. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നമ്മുടെ ചട്നിയും റെഡിയായി. ഇനി ഇതിന് ഇച്ചിരി കടുക് വറുത്തിടണം. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് കടുക് കൂടി ചേർക്കാം. കടുകെല്ലാം പൊട്ടി നമുക്ക് 2-3 വറ്റൽമുളക് കൂടി ഇടാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നമ്മുടെ ചട്നിയും റെഡിയായി. കണ്ടില്ലേ, ഈ ചട്നി കൂട്ടി ഈ ബോണ്ട തിന്നാൻ നല്ല രുചിയാണ്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.